കോടതിയിൽ നിന്ന് ഒരു വിചിത്രമായ പരാമർശം വരികയാണ്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. വിവാഹപൂർവ്വ ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന വിചിത്ര പരാമർശമാണ് സുപ്രീം കോടതിയിൽ നിന്ന് നടത്തിയത്. ആരെയും വിശ്വസിക്കരുത്. ഇതെല്ലാം പഴയ രീതികളായി തോന്നാം. എന്നാൽ വിവാഹത്തിന് മുൻപ് സ്ത്രീയും പുരുഷനും അപരിചിതരാണെന്നും കോടതിയുടെ പരാമർശത്തിലുണ്ട്. ജസ്റ്റിസ് BV നാഗരത്നയുടേതാണ് പരാമർശം. ശ്യാം ദേവരാജാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ശ്യാം ദേവരാജ്, ലിവിംഗ് ടുഗദറിന്റെ ഒക്കെ ഈ കാലത്ത് എന്താണ് സുപ്രീം കോടതിയുടെ പ്രത്യേകിച്ച് ജസ്റ്റിസ് നാഗരത്നയുടെ ഈ പരാമർശത്തിന് പിന്നിൽ? ഇത് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഈ രീതിയിലുള്ള ഒരു പരാമർശം നടത്തുന്നത്. ഇതിന്റെ സാഹചര്യം ഇത് വിവാഹിതനായ പ്രതി യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ്. ഈ കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ സുപ്രീം കോടതി ഈ രീതിയിലുള്ള ഒരു പരാമർശം നടത്തുന്നത്, നിരീക്ഷണങ്ങൾ നടത്തുന്നത് വിവാഹപൂർവ്വ ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നതാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. ആരെയും വിശ്വസിക്കരുത് എന്ന കാര്യവും കൂടി ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ സിംഗിൾ ബെഞ്ച് ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പഴയ രീതികൾ ആയി തോന്നാം. എന്നാൽ വിവാഹത്തിന് മുൻപ് സ്ത്രീയും പുരുഷനും അപരിചിതരാണ്. വിവാഹപൂർവ്വ ലൈംഗിക ബന്ധത്തിന് എങ്ങനെ വഴങ്ങുന്നുവെന്ന് മനസ്സിലാക്കുന്നതിൽ പരാജയമാണ് എന്ന കാര്യവും കൂടി സുപ്രീം കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപരിചിതരുമായി ഇടപെടുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധാലുക്കളായിരിക്കണം. വിവാഹത്തിനു മുമ്പ് ആരും ആരെയും വിശ്വസിക്കില്ല എന്ന് കൂടി സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കർശനമായ ജീവിത സാഹചര്യത്തിലാണ് യുവാക്കൾ വളരുന്നത് എങ്കിൽ വിവാഹപൂർവ്വ ലൈംഗിക ബന്ധത്തിനായി പോവില്ല. ഇത് വിചാരണ നടത്തി ശിക്ഷിക്കാനുള്ള ഒരു കേസല്ല. മാത്രമല്ല ഇത് വിഷയം മധ്യസ്ഥതയിലൂടെ പരിഹരിക്കൂ എന്നുമായിരുന്നു ഈ ജാമ്യാപേക്ഷ പരിഗണിക്കവേ സുപ്രീം കോടതി ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ 2 അംഗ ബെഞ്ച് വ്യക്തമാക്കുന്നത്, നിർദ്ദേശിക്കുന്നത്. ശരി, ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും വലിയ രീതിയിൽ ചർച്ചയാകാൻ പോകുന്ന ഒരു പരാമർശമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിചിത്ര പരാമർശം, അതിനെക്കുറിച്ചാണ് ശ്യാം ദേവരാജ് വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തത്.